പിന്നെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളാണ്. പിന്നെ എന്തായാലും ഞാൻ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നതിന് മുന്നേ എല്ലാം പറഞ്ഞു തീർത്തിരിക്കും. നമ്മുടെ മാധവിക്കുട്ടിയെ പോലെ എല്ലാം പറഞ്ഞു തീർത്തിരിക്കും. സമയം കിടക്കല്ലേ. പിന്നെ മോഹൻലാൽ എൻ്റെ ഒരു മൂവി കണ്ടിട്ടുണ്ടോ? മോഹൻലാലല്ല, സുരേഷ് ഗോപി, ശോഭന, ജയറാം, ശ്രീജിത്തിൻ്റെ മോനും കണ്ടുണ്ട് ജയറാം. ഒരു മൂവിയൊക്കെ ഇടയ്ക്ക് കാണണം. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട മൂവിയാണ് ഉത്തരം. ആ മൂവിയും കാണണം കേട്ടോ. പിന്നെ മറ്റേ മൂവി നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. പിന്നെ അതൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ വിചാരിക്കും ഇത് സിനിമയല്ലേ എന്ന് വിചാരിക്കും. അതല്ല, അത് തന്നെ റിയൽ ലൈഫിൽ നടക്കുന്നതുണ്ട്. മനസ്സിലായോ? എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഉത്തരം മൂവി ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൂവി നിങ്ങൾ കാണണം പറ്റുമെങ്കിൽ. ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മുടെ പാർവതി, മമ്മൂട്ടി, പിന്നെ മറ്റേ നടി എനിക്ക് തോന്നുന്നുണ്ട് പണ്ടത്തെ അമലയാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ. സുകുമാരൻ എന്നൊക്കെ കേട്ടാൽ പൃഥ്വിരാജിൻ്റെ അച്ഛനില്ലേ, പൃഥ്വിരാജിൻ്റെ അച്ഛൻ, അതാണ് സുകുമാരൻ. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഉത്തരം എന്നാണ് മൂവീൻ്റെ പേര്. ആദ്യം ഇഷ്ടം വരില്ല, നല്ലോണം ഉറക്കം വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കണ്ടുകൊണ്ടേയിരിക്കും ആ മൂവി. മനസ്സിലായോ? പിന്നെന്താ പറയാൻ വന്നേ? പിന്നെ നമ്മൾ ഫേക്ക് ആവാണ്ടിരിക്കുക. ഫേക്ക് മീൻസ് നമ്മൾ ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാണ്ടിരിക്കുക. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ്. നമ്മുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്? നമ്മൾ വാക്കുകൊണ്ട് പ്രവൃത്തിയുണ്ട് ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക. വേദനിപ്പിക്കാത്ത കമൻസുകളും വേദനിപ്പിക്കാത്ത പ്രവൃത്തികളും ചെയ്യുക. ചുമ്മാ തമാശയ്ക്ക് പോലും ഒരു പെണ്ണിനെ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പറ്റിക്കാണ്ടിരിക്കുക. പറയുന്നുണ്ടെങ്കിൽ ആ വാക്ക് പ്രവർത്തിക്കുക. ചില ആണുങ്ങളുണ്ട്, ചില പെണ്ണുങ്ങൾ അതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന പോയി പറ്റിക്കണേ അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആണുങ്ങളുണ്ട്, പറ്റിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എനിക്ക് തന്നെ അറിയാം, എത്ര എണ്ണത്തിന് അറിയാമെന്നറിയോ അങ്ങനെയൊക്കെ പറ്റിക്കുന്നതൊക്കെ. പിന്നെ ചിലതിനെയൊക്കെ അവരുടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ? എന്നിട്ട് പറ്റിച്ച് വിടേണ്ട ആവശ്യമുണ്ട്. എൻ്റെ സ്റ്റോർ റൂമിൽ സാധനം കൊണ്ടുവച്ചതാണ്. സ്റ്റോർ റൂമൊക്കെ മറ്റേ കണ്ടാൽ നിങ്ങൾ എന്നെ പേടിച്ചു പോവും. എൻ്റെ കിച്ചൺ നീറ്റാക്കാൻ ഒരാളെ ഞാൻ നാളെ പറയുന്നുണ്ടായിരുന്നു. ഇതൊരാൾ രംഗത്ത് വന്നിട്ടില്ല. ഒരു കുട്ടീനോട് ഞാൻ ചോദിച്ചത് ആക്കിത്തരാമെന്ന് പറഞ്ഞ് ആക്കി തന്നിട്ടില്ല. അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസമില്ലാത്തവരെയൊന്നും ഞാൻ പണിക്കെടുക്കില്ല, പണി ചെയ്യിപ്പിക്കില്ല. എനിക്ക് അങ്ങനത്തെക്കുറിച്ച് സുഖം ആരെയും വീട്ടിൽ കയറ്റില്ല. വിശ്വാസമില്ലാത്തവരെ പൊതുവെ ഞാൻ ആരെയും വീട്ടിൽ കയറ്റാറില്ല. പെണ്ണുങ്ങളല്ല, ആണുങ്ങളേട്ടോ. എല്ലാവരും നല്ലവർ, എവിടെയുള്ളവർ. പക്ഷേ പണിക്കൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണമല്ലോ. എനിക്ക് വിശ്വാസമില്ലായ്മ, ഒരു പേടി ഒരു മനസ്സിൽ വരും. നമ്മൾ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ മിണ്ടാറുമില്ല. ഒരുവിധം മിണ്ടിക്കൊണ്ടിരുന്ന അക്കാഡമിയിൽ വെച്ചിട്ടാണ് എല്ലാവരോടും സന്തോഷപൂർവ്വം ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്നത്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്നിടത്ത് ജസ്റ്റ് ചിരിയിലാണ് ഒതുക്കി നിർത്തുന്നത്. മിണ്ടുന്നില്ല ആരോടും. മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ ഒരു ഇതിനുമില്ല, ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തുമില്ല. ഞാൻ എന്താണോ പഠിക്കാൻ പോകുന്നത് അത് പഠിക്കുകയാണ്. അതല്ലാണ്ട് അവരോട് ഒരു സ്നേഹം എന്ന് വെച്ചാൽ ഉള്ളിലുണ്ട്. ഓരോരുത്തരെയും എനിക്ക് വ്യക്തികളെ അറിയാം, പാവമാണ്. പക്ഷേങ്കിൽ നോ മൈൻഡിൽ ടച്ച് കൊടുക്കുന്നില്ല ആരോടും. എൻ്റെ കാര്യം കഴിയുന്നു.
2 അവർ ക്ലാസ് 2 അവറേ ഉള്ളൂ. ആ അവർ കഴിയുമ്പം ഞാനിങ്ങ് എണീച്ച് പോരുന്നു. 2-3 പേര് ഭയങ്കര സ്നേഹമായിട്ട് എന്നോട് ഇങ്ങോട്ട് കാണിക്കുന്നു. ചോദിച്ചതിന് ആൻസർ മാത്രം ഞാൻ കൊടുത്തു. പേഴ്സണലി ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് ചോദിച്ചതിന് മാത്രം അത്ര കൊടുത്തു. പക്ഷെ അവർ സ്നേഹിക്കാൻ പേടിയാണ്, മനസ്സിലായോ? എനിക്ക് ആ അക്കാഡമിയിൽ നിന്ന് കിട്ടിയ ഷോക്ക് കാരണം ഒരാൾ തന്ന ഷോക്കാണ് എന്നെ ഇത്രയും നമ്മളത് പറയും. നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പം ഇതിൽ നിന്നൊക്കെ ഷോക്ക് കൊണ്ടായിരിക്കും പലരും ഒരിടത്തെത്തുമ്പോൾ എല്ലാവരോടും മിണ്ടാൻ മടിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ മമ്മൂട്ടി ഭയങ്കര ജാടയായി തീർന്നു എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളും സെലിബ്രിറ്റികളും ഒക്കെ ജാടയായി തീർന്നു എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ഇങ്ങനെ ചുമ്മാ വേദനിപ്പിക്കുകയും ഗോസിപ്പിറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിത്തീരുന്നേ, മനസ്സിലായോ? ജനങ്ങളെല്ലാം ഇങ്ങനെ ആയി ഒരാൾ കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാവരോടും ദേഷ്യമല്ല ഒന്നുമില്ല. പക്ഷേങ്കിൽ അവരോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കാത്തത് അതുകൊണ്ടായിരിക്കണമെന്ന് നമ്മളെ വളർത്തുന്നത് നമുക്ക് മനസ്സിലാകണം. ഒന്ന് നോക്കിയേ, ഒരാളെ നമ്മളെ വേദനിപ്പിച്ചതിൻ്റെയാണ് എനിക്ക് ആ ഒരു മെൻ്റൽ ഷോക്ക്. ഒരാളെ 2 ആൾ വേദനിപ്പിച്ചതിൻ്റെ മെൻ്റൽ ഷോക്ക് എന്നാണ് എനിക്കിപ്പോൾ അടുത്ത അക്കാഡമിയിൽ പോയിട്ട് എനിക്ക് അവരോട് നേരെ മിണ്ടാൻ തോന്നുന്നില്ല, അടുക്കാൻ തോന്നുന്നില്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ആ അടുപ്പോ സ്നേഹമോ ഒരു കോമഡി പറയാനോ ഇല്ലെങ്കിൽ എൻ്റെ അക്കാഡമിയിലുള്ളവർക്കറിയാം. ഞാനില്ലെങ്കിൽ അവിടെ ഉറങ്ങിയതുപോലെയാണ് അന്ന്. അവരെന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും, എടി വാടി ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ലടി എന്ന് പറഞ്ഞവരൊരിക്കൽ പോലും എൻ്റെ കൂടെ ചേർന്ന് നിന്നില്ല എന്നുള്ളതൊക്കെ തോന്നലായിരിക്കും. അതൊക്കെ പോട്ടെ, എനിക്ക് ആരും എൻ്റെ കൂടെ ചേർന്നതെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ എന്തായാലും വഴിയിൽ നിന്ന് ഇറങ്ങണം. കൂടെ സ്നേഹിച്ച് നിന്ന ആൾ പോലും പോയി. അവർ അങ്ങനെയല്ല, പലരും നമ്മുടെ മനസ്സിൽ നിന്ന് പറഞ്ഞു പോയത് കൊണ്ടായിരിക്കാം നമ്മൾ പുതിയൊരിടത്തേക്ക് പോയപ്പം എല്ലാവരും ആ ഒരു ലെവലാക്കി വയ്ക്കുന്നത്. നെവർ മൈൻഡ്, ഞാൻ എന്തിനാണോ പോയത് അത് പഠിച്ചിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലാസ് വിടുന്നു. എല്ലാവരോടും ഒരു ചിരി. പേര് പോലും ഞാൻ ഒരാളോടും അങ്ങോട്ട് ചോദിച്ചില്ല എന്നല്ല. അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മീൻസ് 4-5 കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 4-5-6 വയസ്സായ കുഞ്ഞുങ്ങളോട് അങ്ങോട്ടും വേണ്ടി ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ചോദിച്ചു ചേച്ചി യൂട്യൂബ് ചാനലിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മ എന്നാ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് മിണ്ടുന്നുണ്ട്. ഒരു ഉമ്മ എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഈ കുഞ്ഞുങ്ങളെ നോക്കി കുഞ്ഞു പിള്ളേരോട് മിണ്ടുന്നേന്ന്. ഇവരല്ല, വേറൊരു പെണ്ണിൻ്റെ ഉമ്മ. അതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആരോട് മിണ്ടണ്ട എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് പറയണം. നീ വലിയവരോട് മിണ്ടരുതെന്ന്. അതൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് തട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നവരോട് മാത്രമേ നമ്മൾ മിണ്ടുന്നുള്ളൂ. ജാടയോ അഹങ്കാരമോ ഒന്നുമല്ല, അന്ന് വഴി മറക്കുകയില്ല. അത് എന്നെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. എനിക്ക് സ്നേഹം തന്നവർ എപ്പോഴും ഉള്ളതുപോലെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അവരും വിചാരിക്കുന്നുണ്ടാവും ജാടയാണെന്ന്, ഒരിക്കലും ഇല്ല. തന്ന സ്നേഹവും വന്ന വഴികളും ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേങ്കിൽ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്നെ എഫക്റ്റ് ചെയ്തത് നെക്സ്റ്റ് ഒരു അക്കാഡമിയിൽ പോയപ്പോഴാണ്. ഇപ്പോൾ അക്കാഡമിയിൽ പോയപ്പോഴാണ് എന്നെ എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ അവരോട് ജാടയല്ല, അത് എനിക്ക് മിണ്ടാൻ മടിയാണ്, ഞാൻ മിണ്ടുന്നില്ല. ഞാൻ എന്തിനാണോ പോയത് അതിന്, ഞാൻ ആ ഒരു ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ചേഞ്ച് ആവുന്നത് അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.